ബംഗാൾ, ആസാം, തമിഴ്നാട്, കേരളം ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സംസ്ഥാനങ്ങളിൽ 5 സംസ്ഥാനം പുതുച്ചേരി ഉൾപ്പെടെ 5 സംസ്ഥാനമുണ്ട്. ഈ 4 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ. ഈ 4 സംസ്ഥാനങ്ങളിലും സ്വിയറിംഗ് ഇൻ സെറിമണി കഴിഞ്ഞു. ആരെങ്കിലും അസമിലും ബംഗാളിലും സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ വന്ദേമാതരം ചൊല്ലിയോ എന്ന് അന്വേഷിച്ചോ? അതിലാർക്കൊരു ഒരു കൗതുകം ഉണ്ടായിരുന്നില്ലല്ലോ. ഞെട്ടിക്കുന്നൊരു സത്യം, അസമിലും ബംഗാളിലും ഈ പറയുന്ന വന്ദേമാതരം ആലപിക്കാതെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഇത് നടന്നത് വന്ദേമാതരം ആലപിച്ച 2 സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമാണ്. ഈ രണ്ടും നോൺ BJP ഗവൺമെൻറ്റുകളാണ് അധികാരത്തിൽ വരുന്നത്. ഇനി വേറൊരു കൗതുകം, ഈ 2 സംസ്ഥാനങ്ങളിലെയും ഗവർണർ ഒരാളാണ്, രാജേന്ദ്ര അർലേക്കറാണ്. ഓക്കെ, രാജേന്ദ്ര അർലേക്കർ ആരാണ്? കടുത്ത RSSകാരനാണ്. സാധാരണ ഗവർണർ അനുസരിച്ച ആളെ പോലെയല്ല, വർഷങ്ങളായി RSS പാരമ്പര്യത്തിൽ വളർന്നു വരുന്ന ഒരാളാണ്. യെസ്, അപ്പോൾ രാജേന്ദ്ര അർലേക്കർ എന്ന ഗവർണർക്കാണ് എന്ത് ചെയ്യുന്നത്? സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പൂർണ്ണ ചുമതല. ഈ പൂർണ്ണ ചുമതല എന്നിരിക്കെ രാജേന്ദ്ര അർലേക്കർ എന്ന RSSകാരനായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയല്ല, അതിലും കൂടിയ സംഖ്യയാണ്. അങ്ങനെ ഒരു ഗവർണർ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്കെതിരാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു രാഷ്ട്രീയ ജാഗ്രത UDFനോ കോൺഗ്രസിനോ VD സതീശനോ അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അവിടെ തെളിഞ്ഞത്. അങ്ങനെ രാഷ്ട്രീയ ജാഗ്രത ഉണ്ടായില്ല. ആ രാഷ്ട്രീയ ജാഗ്രത അവരെവിടെയാണ് പ്രകടിപ്പിച്ചത്? രാഹുൽ ഗാന്ധിയെ സ്റ്റേജിൽ കയറുന്ന കാര്യത്തിലും ആ സ്റ്റേജിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അല്ലാത്തവർ ഇരുത്തണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. കാരണം ഈ പരിപാടിയുടെ മുഴുവൻ പ്രോട്ടോക്കോൾ നിശ്ചയിക്കുന്ന ഗവർണറാണ്, രാജ്ഭവനാണ്, ലോക്ഭവനാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെയും മറ്റുള്ളവരെയൊക്കെ കയറ്റണം, പിണറായി വിജയനെയൊക്കെ കയറ്റണം എന്ന കാര്യത്തിൽ അവർക്ക് ആ ജാഗ്രത ഉണ്ടായി. അതിൽ ഗവർണറുടെ പ്രോട്ടോക്കോളിനെ ലംഘിക്കാനും അവിടെ തർക്കിക്കാനും അവരുമായി ഡിബേറ്റ് ചെയ്യാനും ആര് തയ്യാറായി? VD സതീശനും കൂട്ടരും തയ്യാറായി. പക്ഷേ ഈ വന്ദേമാതരത്തിൻ്റെ കാര്യം അവർക്കറിയില്ലേ? കഴിഞ്ഞ 6 മാസമായി രാജ്യത്ത് ഡിബേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വന്ദേമാതരത്തിൻ്റെ ഇമ്പോസിഷൻ എന്നിരിക്കെ ഇത് ഞങ്ങൾ ഈ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുമല്ലോ, 6 സ്റ്റാൻസ് ഇവർ പാടുമല്ലോ, ഇവരതിനു വേണ്ടിയാണല്ലോ ഇത് ഉൾപ്പെടുത്തുന്നത് എന്ന് ചിന്തിക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത ഇവർക്ക് ഉണ്ടാവണ്ടേ? അതെന്തുകൊണ്ടുണ്ടായില്ല? അതാണ് റിയാസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഈ സ്റ്റേജിൽ നടക്കുന്ന പരിപാടിയുടെ ഓർക്കസ്ട്രേഷനിൽ അവർക്ക് സംശയം ഉന്നയിക്കാനും അതിൽ ഗവർണറുടെ എതിർപ്പ് ഉന്നയിക്കാനും അവർക്ക് തോന്നിയെങ്കിൽ എന്തുകൊണ്ട് വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല? ഇതൊരു ക്വസ്റ്റ്യനാണ്. ഒരു കന്നഡ വച്ചൊരു സംഗീത നിരീക്ഷകൻ പോസ്റ്റ് ചെയ്തത് ഈ വന്ദേമാതരം പാടുമ്പോൾ സ്റ്റഡിയായിട്ട് നിൽക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കൾ ഫോട്ടോ വെച്ചിട്ടാണ് അയാൾ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതേ സെയിം മനോഭാവമാണ് ഗവർണർ അർലേക്കറുള്ളത്. ഇത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ജാഗ്രത വേണമെന്നാണ് റിയാസ് പറയുന്നത്. അപ്പോൾ ബംഗാളിലും അസമിലും അവർക്ക് പ്രശ്നമില്ലാത്ത വന്ദേമാതരം തമിഴ്നാട്ടിലും കേരളത്തിലും എന്തിനും അടിച്ചേൽപ്പിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? ആ ക്വസ്റ്റ്യൻ ചോദിക്കപ്പെടണ്ടേ? അത് ഉന്നയിക്കപ്പെടണ്ടേ? അത് ഗവർണറോട് ചോദിക്കണ്ടേ? അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെ എന്തിനാണ് ഇതെന്ന് ചോദിക്കണ്ടേ? അത് ചോദിക്കാനുള്ള മാൻഡേറ്റ് കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ 102 MLA-മാരുമായിട്ട് UDF നൽകിയിട്ടുള്ളത്. അതെന്തുകൊണ്ട് ചോദിച്ചില്ല എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ വന്ദേമാതരത്തിൻ്റെ ലീഗൽ സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവരും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയും സർവാംഗീകൃതമായ ദേശീയഗാനമാക്കി മാറണമെങ്കിൽ അതിലെ വിവാദപരമായ സ്റ്റാൻസ് ഒഴിവാക്കി അത് 2 സ്റ്റാൻസ് ഉപയോഗിക്കാം എന്നാണ് തീരുമാനിച്ചത്. അതിന് ഭരണഘടനാ പദവി ഇപ്പോഴുമില്ല, നിയമപരമായ പദവിയില്ല, ആകെയുള്ളത് എക്സിക്യൂട്ടീവ് ഓർഡർ മാത്രമാണ്. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇത് ഇമ്പോസിഷനാണ്. എവിടെ? തമിഴ്നാടിൻ്റെയും കേരളത്തിലെയും തലയിലേക്ക് ഇമ്പോസിഷൻ ചെയ്യുകയാണ്. വിജയ്ക്ക് അത് തിരിച്ചറിയാനുള്ള രാഷ്ട്രീയ പക്വത അദ്ദേഹത്തിനില്ല. DMK അതോടെ വലിയ പ്രശ്നമാക്കി. DMK അത് ചൂണ്ടിക്കാട്ടി. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വന്ദേമാതരം ആദ്യം ചൊല്ലി, ദേശീയഗാനം ചൊല്ലി, പിന്നീടാണ് അവർ തമിഴ് ദേശീയഗാനം ചൊല്ലിയത്. അതാണ് അവർ ചൂണ്ടിക്കാട്ടി. സാധാരണ തമിഴ്നാട്ടിലെ ചടങ്ങുകളിലെ പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം പാടുന്നത് തമിഴ് ദേശീയഗാനമാണ്. അതാണ് അവർ പ്രശ്നമാക്കിയത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഗവർണർ പിണറായി വിജയനോട് എത്രമാത്രം അനിമോസിറ്റി കാണിച്ചിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി UDFനോട് കാണിക്കും. അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഞങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് സതീശൻ പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ അവർ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകും. അതിൻ്റെ ഒരു കാരണം ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കാനുള്ള ഈ പറയുന്ന വന്ദേമാതരം ചൊല്ലുമ്പോൾ മൂകസാക്ഷികളായി ചുണ്ടനക്കാതെയൊക്കെ നിൽക്കാം എന്ന് കരുതിയിട്ട് അതങ്ങോട്ട് ഒരു നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആവാം എന്നുള്ളതാണ് UDFൻ്റെയും സതീശൻ്റെയും പ്ലാനെങ്കിൽ അത് ജനങ്ങളത് തിരുത്തും.